നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. സ്പോർട്സ് വാർത്തകൾ. IPS എസ് ഗോപിനാഥ് തൊടുപുഴ വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ സമ്മർ ക്യാമ്പ് സന്ദർശിച്ചു. ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ പ്ലേ ഗ്രൗണ്ട് സോക്കർ സ്കൂൾ ഇന്ത്യയുടെ ഫുട്ബോൾ താരമായിരുന്ന തൊടുപുഴയുടെ ധീരപുത്രൻ സലിംകുട്ടിയുടെ നേതൃത്വത്തിലാണ് തൊടുപുഴയുടെ മണ്ണിൽ ഇടുക്കിക്ക് അഭിമാനമായിട്ട് ഒരു യുവാക്കളുടെ പ്രതീക്ഷയായ ഫുട്ബോൾ കോച്ചിംഗ് ഗ്രൗണ്ട് എല്ലാ കായിക സ്പോർട്സ് പ്രേമികൾക്കും അഭിമാനമാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി കായിക താരങ്ങളെയാണ് സലിംകുട്ടിയുടെ കീഴിൽ പ്രത്യേക അധ്യാപകരടങ്ങുന്ന ഒരു ടീം പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് നാടിന് ഭാവി തലമുറകളെ ആരോഗ്യവും മാനസികവുമായ ദേശസ്നേഹികളായ പൗരന്മാരെ വാർത്തെടുക്കുന്ന സോക്കർ സ്കൂൾ എന്തുകൊണ്ടും ഒരു മാതൃകാ വിദ്യാലയം എന്ന് പറയാം. ഇതിന്റെ വിലയും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ടാണ് 14/5/2025 സമ്മർ വെക്കേഷൻ പ്രാക്ടീസ് നടത്തുന്ന ഭാവി തലമുറകളെ കണ്ട അനുഗ്രഹ ആശംസകൾ നൽകാൻ മുൻ റേഞ്ച് IG-യും ഇന്റർനാഷണൽ വോളിബോൾ താരവുമായ എസ് ഗോപിനാഥ് രാവിലെ 8:30 തന്നെ പ്ലേ ഗ്രൗണ്ടിൽ എത്തുകയും സലിംകുട്ടിയുമായിട്ട് ഭാവി പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. സ്പോർട്സ് താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും ഭാവിയിൽ ഉണ്ടാകാവുന്ന ഗുണമേന്മകളും രീതികളെ പറ്റിയും കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക ഉല്ലാസത്തെയും ഭാവി വിദ്യാഭ്യാസ രീതികൾക്കുണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റിയും IG സ്വന്തം ജീവിത അനുഭവങ്ങൾ രക്ഷകർത്താക്കളും കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കുകയും നിങ്ങളുടെ മാസ്റ്റർ സലിംകുട്ടി തന്നെ ഇതിന് ഉദാഹരണമായ ഉത്തമ പൗരനെന്നും കൂടി സ്പോർട്സ് കുട്ടികളെയും രക്ഷകർത്താക്കളെയും ബോധ്യപ്പെടുത്തി. തന്റെ ജീവിതത്തിലെ ഉയർച്ചയും മുന്നേറ്റവും നേട്ടങ്ങളും താൻ എഴുതിയ ഓർമ്മച്ചപ്പ് എന്ന പുസ്തകം സലിംകുട്ടി മാസ്റ്ററിന് നൽകുകയും അതിന്റെ ഉള്ളടക്കം സമയം പോലെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് IPS എസ് ഗോപിനാഥ് ഓർമ്മപ്പെടുത്തി. കേരളത്തിൽ സ്പോർട്സ് പരമായി അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഭാവിയുള്ള നിരവധി കുട്ടികളെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ IPS എസ് ഗോപിനാഥ് നിർദ്ദേശിക്കുകയും നിലവിലെ ചില സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം രക്ഷകർത്താക്കളുമായി സഹകരിച്ച് നല്ല രീതിയിൽ വരാനിരിക്കുന്ന ഒളിമ്പിക് പ്രതീക്ഷകളാണ് നമ്മുടെ കുട്ടികളെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവി വിജയാശംസകൾ നേർന്നുകൊണ്ട് കുട്ടികളുമായി സംസാരിച്ചു. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരുപിടി സമയങ്ങളിൽ കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ കളിച്ചു. അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടി. റേഞ്ച് IG ആയിട്ടല്ലേ സാറേ, റേഞ്ച് IG ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. കേൾക്കണ്ടോ? സ്പോർട്സ് കോട്ടയിൽ തന്നെ പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത് ജീവിതത്തിൽ. അപ്പോൾ ഇത്തരം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നത് ഭാവിയിൽ നിങ്ങൾക്കൊക്കെ അതിനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കളിയോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കുകയും കൂടെ ചെയ്യണം. എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു ജീവിതം തന്നെ ഈ കളി വഴി നമുക്കൊരു ജീവിതമുണ്ട്. മറ്റു മനുഷ്യരോട് ഇടപെടുന്നതിനുമൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. കേൾക്കണ്ടോ? അപ്പോൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് വേണം. കളി കഴിഞ്ഞാൽ എല്ലാവരും കൈ കൊടുത്ത് പിരിഞ്ഞു പോകുന്ന ഒരു മാനസിക നില നമ്മൾ ചെറുപ്രായത്തിലെ ഡെവലപ്പ് ചെയ്യണം. അദ്ദേഹത്തിന് 70 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ജീവിത അതെ അതിനകത്ത് പറയാം, ഇപ്പോഴും പുള്ളി ലൈവായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എത്രയോ ഇത് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ മേഖലയിലൊക്കെ നിറസാന്നിധ്യമായിട്ട് നിൽക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബുക്കായിട്ട് ചെയ്തിട്ടുണ്ട്. കേൾക്കണ്ടോ? അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവും സ്പോർട്സും വ്യക്തി ജീവിതവും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മളിത് ഇവരൊക്കെ കൊണ്ടുവന്ന് 10 മിനിറ്റ് സാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ 70 വർഷം ജീവിച്ച എക്സ്പീരിയൻസ് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധയോടുകൂടി കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. കേൾക്കണ്ടോ? അദ്ദേഹം തൊടുപുഴക്കാരൻ തന്നെയാണ്. ഇവിടെ ജനിച്ച് വളർന്ന് നിങ്ങളെപ്പോലുള്ള സാഹചര്യമൊന്നും അന്നൊന്നുമില്ല. അപ്പോൾ കളി നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി ഗോൾ എടുത്ത് കൊടുത്തൊക്കെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാന കാരണക്കാരൻ നിങ്ങളുടെ ചെയർമാനാണ്, സലിംകുട്ടി തന്നെയാണ്. അദ്ദേഹം സ്പോർട്സിൽ നിന്ന് വന്ന ആളാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കണം. എന്തിനാന്ന് വെച്ചാല് നിങ്ങൾ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് വരണം. ഇഷ്ടമായിട്ട് കളിക്കാൻ വരുന്നതല്ലേ എല്ലാവരും. പിന്നെ ഇതിനേക്കാൾ നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ അഭിനന്ദിക്കേണ്ട ഒരു ആളുകൾ ആരാന്നറിയാമോ? ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കളും. കേട്ടോ, അവരവിടെ നിപ്പുണ്ട്, പലരും കൂടെ നിപ്പുണ്ട് കേട്ടോ. മാതാപിതാക്കള് ഒരു വെക്കേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോംവർക്ക് ചെയ്തോ, എത്ര മാർക്ക് കിട്ടി,
തോറ്റോ ജയിച്ചോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കുന്നത് അല്ലേ. അതല്ലാതെ കുട്ടികളെ കൊണ്ട് ഗ്രൗണ്ടിലേക്ക് വരുന്ന മാതാപിതാക്കൾ എനിക്ക് പുതിയ അനുഭവമാണ്. ഞാനൊന്നും ഇതുപോലെ മാതാപിതാക്കളുടെ ഒരു വാത്സല്യമായ പരിചരണം കളിക്കളത്തിൽ കിട്ടിയിട്ടില്ല. പഠിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം നമുക്ക് പേരൻസിന് കേട്ടോ. എന്താന്ന് വെച്ചാല് നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ വളരെ നല്ല അവസരങ്ങൾ കിട്ടുന്ന ആളുകളാണ്. നമ്മള് കളിക്കാൻ വരുമ്പോഴ് കളി വെറും കളിയല്ല എന്ന് എനിക്ക് ആദ്യം പറയാനുള്ളത്. കളിയേക്കാൾ വലിയ കാര്യമാണ് കളി എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. അതിന്റെ കാരണം നമ്മൾ കളിക്കുമ്പോൾ അതിൽ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഫുട്ബോൾ കളിക്കുമ്പം ഓഫ് സൈഡ് പാടില്ല, കൈ കൊണ്ട് പന്ത് തൊടാൻ പാടില്ല, അങ്ങനെ പല നിയമങ്ങളില്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വരികയാണ് അല്ലേ. അപ്പൊ ഈ നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലേ. ആണല്ലോ. അല്ലാതെ സാറ് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടോ സാറ് അടി തന്നിട്ടോ ഒന്നും അല്ലല്ലോ. ആണോ? പക്ഷെ നമ്മൾ ഒരു പാഠം പഠിക്കണത് എങ്ങനെയാ സ്കൂളില്? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ സാറിന്റെ വകയും പിന്നെ വീട്ടിൽ വരുമ്പോ അവിടെ നിന്നും അത്യാവശ്യം വഴക്കെങ്കിലും കിട്ടൂലേ? അപ്പൊ നിന്റെ അച്ഛൻ മിടുക്കൻ കേട്ടോ. അപ്പോ നമ്മള് ഈ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. അതിൽ ഏറ്റവും പ്രധാനം ഡിസിപ്ലിനാണ്, അച്ചടക്കം. കളിക്കളങ്ങളിൽ നമ്മൾ അച്ചടക്കം പാലിക്കാൻ ശീലിച്ചാല് അതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും. ജീവിതം എന്നൊക്കെ പറഞ്ഞ് വലിയ ഫിലോസഫി ഒന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളമ്പണില്ല. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് പഠിച്ച് മിടുക്കരായിട്ട് വളരണം അല്ലേ. നല്ല ആളുകളായിട്ട് വളരണം അല്ലേ. നല്ല ജോലികൾ കിട്ടണം, നന്നായി ജീവിക്കണം അല്ലേ. നമുക്ക് ചുറ്റും കാണുന്ന ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ പോലെ നമുക്ക് ജീവിക്കണം. അതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ. പിന്നെ കളിയോട് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കളിക്കാരനാവണം അല്ലേ. കളിക്കാൻ പോകുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ അഭിനന്ദിക്കുകയും നമ്മൾ നന്നായി കളിച്ചു എന്നും, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്കൂളിനും കോളേജിനും യൂണിവേഴ്സിറ്റിക്കും സംസ്ഥാനത്തിനും ഒക്കെ വേണ്ടി പ്രതിനിധീകരിച്ച് മറ്റ് വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുകയൊക്കെ ചെയ്യുമ്പോഴാണ് വലിയ കളിക്കാരാവണത് അല്ലേ. അതതിന്റെ ഒരു ഭാഗം. പക്ഷെ മറ്റൊരു ഭാഗം, നമ്മൾ ഈ കളിക്കാരാവുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുക അല്ലേ. അതിൽ പലതരത്തിലുള്ള ആളുകളില്ലേ, പല സ്വഭാവമുള്ള ആളുകളില്ലേ. അവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ നമ്മൾ സ്വയം നല്ല രീതിയിൽ അവരുമായിട്ടൊക്കെ ഇടപഴകാനും ഒക്കെ പഠിക്കുക അല്ലേ. അതുപോലെ നമ്മൾ ആശയവിനിമയം ചെയ്യാൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മെസ്സി എല്ലാവർക്കും അറിയാമോ. നമ്മൾ പലപ്പോഴും എന്താ തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുക. അത് അവർക്ക് കൂടുതൽ മനസ്സിലാവും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെയുള്ള ഫീൽഡിൽ നിന്നൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് അതിന് അത്ര ആലോചിക്കാനൊന്നും സമയം കിട്ടില്ല. തീരുമാനം പെട്ടെന്ന് എടുക്കണം വേണ്ടേ. മെസ്സി ഒരു ബോളുമായിട്ട് ഗോൾ ഏരിയയിൽ എത്തുമ്പോൾ ആലോചിച്ച് നിന്നിട്ട് പന്ത് വല്ലവരും കൊണ്ടുപോകും. അപ്പൊ അവിടെ ബോൾ എത്തുമ്പോഴത്തേക്കും എതിര് ടീമിൽ ആരൊക്കെയാണ് അവരുടെയൊക്കെ പൊസിഷൻ ഏതാണ്, നമ്മുടെ ടീമിൽ ആരൊക്കെയാണ് ഫ്രീ ആയിട്ടുള്ളത് നോക്കിയിട്ട് വേണ്ടേ ബോൾ പാസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ മെസ്സി തന്നെ അടിക്കണം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? സമ്മതിക്കോ? നമ്മളാന്ന് വിചാരിച്ചോ, നിങ്ങൾ 4 പേരാ നിൽക്കണമെങ്കിൽ നിങ്ങൾ മെസ്സി ഉണ്ട് ഞാനും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മെസ്സി അല്ലേ നോക്കുള്ളൂ. ശരിയാണോ? പക്ഷെ മെസ്സി എന്ന് പറഞ്ഞ സ്പോർട്സ്മാൻ എന്ത് ചെയ്യും? 4 പേര് മെസ്സിയെ ഷീൽഡ് ഗാർഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഫ്രീ ആയിട്ട് നിൽക്കണേ എനിക്ക് ബോൾ ഇട്ട് തരും അല്ലേ. ശരിയല്ലേ? അപ്പൊ അതാണ് ഒരു ടീം വർക്കില്. അപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ടീം വർക്കിന്റെ ഗുണം അതാണ്. പിന്നെ ആ ഡിസിഷൻ എടുക്കുന്നത്, ബോൾ ആർക്ക് കൊടുക്കണം അല്ലേ, ആരാണ് ഗോൾ പോസ്റ്റിലേക്ക് അടിക്കേണ്ടത്, ഇതൊക്കെ ഞാൻ ഫുട്ബോളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ജീവിതത്തിലും ബാധകമാണ്. ജീവിതത്തിൽ നമുക്ക് പല സാഹചര്യങ്ങളിൽ പലരുമായിട്ട് ഇടപഴകേണ്ടി വരും. പല സമയത്തും നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും നമുക്ക് നമ്മുടെ പെർഫോമൻസ് വരത്തില്ല. ചിലപ്പോൾ ഉദ്ദേശിച്ചത്ര മാർക്ക് കിട്ടൂല അല്ലേ. അതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. മാർക്കെങ്കിൽ എ ഗ്രേഡും അല്ലേ. എ ഗ്രേഡ് മാർക്ക് എ പ്ലസ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വില്ലൻ. നമുക്ക് എ പ്ലസ് വേണം. എ പ്ലസ് വേണ്ടത് എവിടെയാ? ഈ 10ാം 12ാം ക്ലാസ്സിലും കിട്ടിയ എ പ്ലസും കൊണ്ട് നടന്ന ഒരാളും നിങ്ങളെ അന്നേരം ചിലപ്പോൾ മുട്ടായിയൊക്കെ മേടിച്ചു തരും, ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരും, അച്ഛനും അമ്മയും വെളിയിൽ കൊണ്ടുപോയി ഒരു ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കും അല്ലെ. എ പ്ലസ് കിട്ടിയാല്
പക്ഷെ A+ വേണ്ടത് എവിടെയാണെന്നറിയാമോ? A+ വേണ്ടത് ജീവിതത്തിലാണ്. ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആവണം, വേണ്ടേ? അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മാർഗം ഒന്ന്. പിന്നെ മറ്റ് ദുസ്വഭാവങ്ങൾ, ഇപ്പൊ ഈ നമ്മള് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ കേൾക്കണില്ലേ, ഇതിനെയൊക്കെ അകറ്റി നിർത്താൻ പറ്റിയ ഏറ്റവും പറ്റിയ മാർഗം നമ്മൾ സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ നമ്മള് ഡിക്ഷണറിയിലൊക്കെ ഉള്ള ഫെയിലിയർ എന്നുള്ള വാക്ക് സ്പോർട്സിലില്ല. ആരും തോക്കണില്ല. നമ്മൾ ഒരു മത്സരത്തിൽ ചിലപ്പോൾ മറ്റേ ആൾ ജയിക്കുമായിരിക്കും, അയാളുടെ മിടുക്കുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ ഓടിയ ആൾ ജയിക്കുമായിരിക്കും. പക്ഷെ ഈ ജയിക്കാൻ കഴിയാതിരുന്ന ആളും ആ മത്സരത്തിൽ നിന്നും പലതും പഠിക്കുക, അല്ലേ? എനിക്ക് എവിടെയാണ് പിഴവ് പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ വേഗത കൂട്ടിയത് കൊണ്ടാണോ എനിക്ക് ഓട്ടം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്, അല്ലെങ്കിൽ അന്നേരം ഞാൻ പാസ് ചെയ്ത ബോള് അവിടെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ആൾക്കായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഗോളാകുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഗോൾ കീപ്പറായിട്ട് നിൽക്കുമ്പം അയാൾ കിക്ക് ചെയ്യുന്ന ആള് ഇന്ന സ്ഥലത്ത് ഇന്ന ഡയറക്ഷനിൽ അടിക്കുമെന്ന് ഞാൻ ധരിച്ചത് കൊണ്ടാണ് എന്റെ അറ്റൻഷൻ അങ്ങോട്ട് പോയത്, ഇവിടെ ഗോളി കയറാൻ ഇടയായതെന്ന് ഗോളിക്ക് പഠിക്കാം. ശരിയല്ലേ? അപ്പൊ നമ്മള് ഒരു ഗെയിം സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും വിജയിച്ചില്ല എന്നോ അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോയെന്നോ നമുക്ക് തോന്നുമെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്നൊരു പാഠം പഠിക്കുക. എന്ത് പാഠമാണ് പഠിക്കണം? രണ്ടാമത് ഓടാൻ പോകുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ കഴിഞ്ഞ ഓട്ട മത്സരത്തിൽ ഞാൻ പരാജയപ്പെട്ടത് തുടക്കത്തിൽ ഞാൻ വേഗത കൂട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തവണ ഞാൻ തുടക്കത്തിൽ കുറച്ച് സ്ട്രൈഡ് ചെയ്തിട്ട് പിന്നീട് വേഗത കൂട്ടണം. അതൊരു പാഠമല്ലേ? അപ്പൊ ഒരു പാഠം പഠിച്ചില്ലേ? ശരിയല്ലേ? അതുപോലെ ഗോൾ കീപ്പർ വന്നിട്ട് ഈ ഷൂട്ട് ചെയ്യണ ആളിന്റെ ബോഡി ലാംഗ്വേജ് അല്ലെ ബോഡി ടേൺ ചെയ്തെല്ലാം കണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ അയാൾ ബോള് ഇപ്പുറത്തെ കോർണറിലേക്ക് തട്ടിയിടുന്നത് നിങ്ങൾ പഠിച്ചില്ലേ? ഇല്ലേ? അതുപോലെ ആ കളിക്കാരനെ നിങ്ങൾ പഠിച്ചില്ലേ? ആ കളിക്കാരന് ഇപ്പൊ ലെഫ്റ്റ് ഫൂട്ടർ ആണോ റൈറ്റ് ഫൂട്ടർ ആണോ, അല്ലെങ്കിൽ അയാൾ ഹെഡ് ചെയ്യാനുള്ള എക്സ്പേർട്ട് ആണോ, അല്ലെ? എങ്ങനെയൊക്കെയല്ലേ അതിന്റെ ഒരു. അപ്പൊ നമ്മൾ ഈ ആളുകളെ നമ്മൾ പഠിക്കും, മനസ്സിലാക്കും. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് കളിക്കളങ്ങളിലും ഒരുപാട് മത്സരങ്ങളിലും ആയിരക്കണക്കിന് വരുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പൊ പക്ഷേ അതുപോലെ അവിടുന്ന് പഠിച്ച പാഠങ്ങളുണ്ടല്ലോ, ഈ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ നാഷണൽ പോലീസ് അക്കാഡമിയിലോ അത് കഴിഞ്ഞ് ഞാൻ പോലീസ് പരിശീലനമൊക്കെ കിട്ടിയ ആളാ. അവിടെ ഒന്നും ഇതൊക്കെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പഴയ കേസിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുള്ളതാതെ പ്രായോഗികമായിട്ട് ആ സിറ്റുവേഷനിൽ ഇറങ്ങി നിന്ന് ആ ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള ഒരു 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 ആത്മധൈര്യവും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസും കിട്ടിയതേ ഈ കളിക്കളത്തിലെ എക്സ്പീരിയൻസാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് പോലും ഒരുപക്ഷെ ഞാൻ ഫുൾ A+ വാങ്ങിച്ച ഒരു കുട്ടിയായിട്ട് ഞാൻ വല്ല ബാങ്കിലോ IAS പഠിച്ച് പാസ്സായി വന്നിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇടപെടാൻ പറ്റൂലായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടപെടണമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ പോലെ ഇങ്ങനെ മുമ്പിൽ ഇരുന്ന ആളാ ഒരിക്കലും, കേട്ടോ. അന്ന് എനിക്ക് ഷൂസ് ഇല്ല, ഷൂസ് ഇല്ല, നല്ല ബനിയനില്ല, ഷിൻഗാർഡ് ഒന്നും ഇല്ല. അന്ന് വോളിബോൾ ആയതുകൊണ്ട് ഷിൻഗാർഡ് വേണ്ട. എന്നാലും അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള പിൻബലം എനിക്ക് 8-10 വയസ്സുള്ളപ്പോ ഇങ്ങനെ മുമ്പിൽ ഇരുന്നതും ഗ്രൗണ്ടിന് പുറത്തേക്ക് വരുന്ന പന്തെടുത്ത് അകത്തേക്ക് എറിഞ്ഞു കൊടുത്തതും ഒക്കെയാണ് എന്റെ തുടക്കം. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇല്ലായ്മ പറഞ്ഞിട്ട് നിങ്ങളുടെ സിമ്പതിക്ക് വേണ്ടിയൊന്നും അല്ല പറഞ്ഞത്. ഇന്നാണ് നമുക്ക് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു കരുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് സംശയം ഉന്നയിച്ചാലും അല്ലെങ്കിൽ കളി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ നല്ല വിജയം നേടുക. അപ്പൊ എല്ലാരും ഇനി കുറച്ചു നാൾ കഴിയുമ്പോഴേ ഇതിലെ ആളുകൾ ഇവിടെ വന്ന് നിൽക്കണം, അല്ലേ? അതല്ലേ ഇത്രയും കൂടി വേണ്ടത്, കേട്ടോ. ഒരു 10 വർഷം കഴിയുമ്പോഴ് സ്റ്റേറ്റിനും ഇന്ത്യക്കും ഒക്കെ കളിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇവിടെ വരും. അന്നത്തെ ഇതുപോലെയുള്ള കുട്ടികളുടെ സംസാരിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് നിങ്ങൾ തിരിച്ചു വരണം. 1-ാം പ്രതി 2-ാം പ്രതി അച്ഛന്മാരും, കേട്ടോ. അതുകൊണ്ട് കളിക്കാൻ പോയിട്ട് നിങ്ങളുടെ മക്കൾ മോശമാവില്ല, കേട്ടോ. നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും